ലോകം വലിയൊരു സാമ്പത്തിക സൈനിക ദുരന്തത്തിന്റെ വക്കിൽ നിന്ന് താൽക്കാലികമായി കരകയറുകയാണ്. 2026 ഫെബ്രുവരി അവസാനം മുതൽ പശ്ചിമേഷ്യയെ ചോരക്കളമാക്കുകയും ആഗോള സമ്പദ് വ്യവസ്ഥയെ സ്തംഭിപ്പിക്കുകയും ചെയ്ത അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ യുദ്ധത്തിന് ഒരു ഇടവേളയായിരിക്കുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും പ്രസ്താവനകൾ സൂചിപ്പിക്കുന്നത് ആഗോള വിപണിയിലേക്ക് ഹോർമൂസ് കടലിടുക്ക് വഴി വീണ്ടും എണ്ണ ഒഴുകിത്തുടങ്ങിയെന്നാണ്. മാസങ്ങളായി അടഞ്ഞുകിടന്ന ലോക എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു ശതമാനവും നടക്കുന്ന ഈ സുപ്രധാന സമുദ്രപാത തുറന്നതോടെ രാജ്യാന്തര തലത്തിൽ നിലനിന്നിരുന്ന സാമ്പത്തിക ആശങ്കകൾ പതുക്കെ ഒഴിയുകയാണ്. സ്വർണ്ണവില കുത്തനെ ഇടിയുകയും ക്രൂഡ് ഓയിലിന്റെ വില ഗണ്യമായി കുറയുകയും ചെയ്തത് ഇതിന്റെ സൂചനയാണ്. സമാധാന ധാരണാപത്രം ഒപ്പിട്ടതോടെ ഇറാൻ അമേരിക്കയ്ക്ക് മുന്നിൽ നിരുപാധികം കീഴടങ്ങി എന്ന് ട്രംപ് അവകാശപ്പെടുമ്പോൾ ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ സ്വാഭാവികമായും ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. ഭരണമാറ്റവും ഇറാന്റെ ആണവ പദ്ധതി പൂർണ്ണമായി അവസാനിപ്പിക്കലുമായിരുന്നു യുദ്ധത്തിന്റെ തുടക്കത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട പ്രധാന ലക്ഷ്യങ്ങൾ. എന്നാൽ ഇന്നത്തെ നിലയിൽ ഈ രണ്ട് ലക്ഷ്യങ്ങളും അമേരിക്ക നേടിയിട്ടില്ല. പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു വലിയ തോതിൽ ആൾനാശമുണ്ടാക്കിയ ആഗോള വ്യാപാരക്രമങ്ങൾ താറുമാറാക്കിയ ഈ യുദ്ധം? ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് അമേരിക്ക നാമകരണം ചെയ്ത ഈ സൈനിക നീക്കം ആരംഭിക്കുന്നത് ഇസ്രയേലുമായി ചേർന്ന് അമേരിക്ക നടത്തിയ അപ്രതീക്ഷിത മിന്നലാക്രമണങ്ങളിലൂടെയാണ്. ഇറാന്റെ സൈനിക ഭരണ കേന്ദ്രങ്ങളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച ഈ ആക്രമണങ്ങളിൽ ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമനേയി ഉൾപ്പെടെയുള്ള പ്രമുഖർ കൊല്ലപ്പെട്ടു. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ അസ്തിത്വത്തിന് ഭീഷണിയാകുന്ന ഇറാന്റെ ആണവ പദ്ധതികളെയും മേഖലയിലെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള പ്രോക്സി സായുധ സംഘങ്ങളെയും പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതായിരുന്നു പ്രഖ്യാപിത ലക്ഷ്യം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷി തകർക്കുക, ആണവായുധം നിർമ്മിക്കുന്നതിൽ നിന്നും അവരെ ശാശ്വതമായി തടയുക, അതിലുപരി ഇറാനിൽ തങ്ങൾക്ക് അനുകൂലമായ ഒരു ഭരണമാറ്റം സാധ്യമാക്കുക എന്നീ അതിമോഹങ്ങളാണ് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത്. ഈ വാഗ്ദാനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വലിയൊരു യുദ്ധത്തിലേക്ക് അമേരിക്കൻ സൈന്യത്തെ അദ്ദേഹം നയിച്ചത്. അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ സാങ്കേതിക മികവും സൈനിക കരുത്തും ഉപയോഗിച്ച് ഇറാനെ നിഷ്പ്രഭമാക്കാം എന്നതായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ ലക്ഷ്യങ്ങൾക്കും യാഥാർത്ഥ്യങ്ങൾക്കും ഇടയിലുള്ള അകലം വളരെ വലുതായിരുന്നു എന്നതാണ് തുടർന്നുള്ള മാസങ്ങളിൽ വ്യക്തമായത്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ആക്രമണങ്ങൾക്ക് ഇറാൻ നൽകിയ മറുപടി കേവലം സൈനികമായ പ്രത്യാക്രമണങ്ങളിൽ ഒതുങ്ങിയില്ല, മറിച്ച് ആഗോള സമ്പദ് വ്യവസ്ഥയുടെ കഴുത്ത് ഞെരിക്കുന്ന ഒന്നായിരുന്നു അത്. ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടിയതിലൂടെ ഇറാൻ ലോകത്തെ മുൾമുനയിൽ നിർത്തി. മിസൈൽ വർഷങ്ങളിലൂടെ ഇസ്രയേലിനും അമേരിക്കൻ താവളങ്ങൾക്കും നാശനഷ്ടങ്ങൾ വരുത്തിയതിനൊപ്പം സമുദ്രപാതകൾ തടസ്സപ്പെടുത്തുക കൂടി ചെയ്തപ്പോൾ എണ്ണ വിതരണം പ്രതിസന്ധിയിലായി. ആഗോളതലത്തിൽ വിലക്കയറ്റം രൂക്ഷമാവുകയും സാമ്പത്തിക മേഖലകൾ വൻ തകർച്ചയെ നേരിടുകയും ചെയ്തു. അമേരിക്കൻ ഉപരോധങ്ങളും നാവിക ഉപരോധങ്ങളും ഇറാന്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിച്ചെങ്കിലും ഹോർമൂസ് വഴിയുള്ള എണ്ണ നീക്കം നിലച്ചത് അമേരിക്കയെയും യൂറോപ്പിനെയും ഒരുപോലെ പ്രതിസന്ധിയിലാക്കി. യുദ്ധം നീണ്ടുപോകുന്നത് ആഗോളതലത്തിൽ വലിയ സാമ്പത്തിക മാന്ദ്യത്തിന് വഴിവെക്കുമെന്നും അത് അമേരിക്കൻ തെരഞ്ഞെടുപ്പിനെ പോലും ബാധിക്കുമെന്നുമുള്ള തിരിച്ചറിവാണ് പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ നടന്ന ഇസ്ലാമാബാദ് സമാധാന ചർച്ചകളിലേക്ക് അമേരിക്കയെ എത്തിച്ചത്. എണ്ണ ഒഴുകട്ടെ എന്ന ട്രംപിന്റെ പുതിയ മന്ത്രം വാസ്തവത്തിൽ ആഗോള വിപണിയിൽ നിന്നുള്ള ഈ സാമ്പത്തിക സമ്മർദ്ദത്തിന്റെ ഫലമാണ്. യുദ്ധവിജയത്തേക്കാൾ ഉപരി ആഭ്യന്തര വിപണിയിലെ എണ്ണവില നിയന്ത്രിക്കുക എന്നത് ട്രംപ് ഭരണകൂടത്തിന് നിലനിൽപ്പിന്റെ പ്രശ്നമായി മാറുകയായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഇടപെടലോടെ സമാധാന ധാരണാപത്രം ഒപ്പുവെച്ചപ്പോൾ അമേരിക്ക വിജയിച്ചുവെന്നും ഇറാൻ കീഴടങ്ങിയെന്നും വാദിക്കുന്നത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. ഭരണമാറ്റം എന്ന സുപ്രധാന ലക്ഷ്യം അമേരിക്കയ്ക്ക് പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വന്നു. മസൂദ് പെസഷ്കിയാന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഇപ്പോഴും ഇറാനിൽ അധികാരത്തിൽ തുടരുന്നു എന്ന് മാത്രമല്ല, പരമോന്നത നേതാവ് അലി ഖമനേയിയുടെ മരണത്തിന് ശേഷം മുജ്തബ ഖമേനി പുതിയ പരമോന്നത നേതാവായി ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. ഇറാനിയൻ ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുമെന്നും അമേരിക്കയുടെ അനാവശ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ ഭീഷണികളെയും കടന്നാക്രമണങ്ങളെയും അതിജീവിച്ച് നിലനിൽക്കാൻ ഇറാനിലെ ഭരണ സംവിധാനത്തിന് കഴിഞ്ഞു എന്നത് അമേരിക്കയുടെ തന്ത്രപരമായ പരാജയമായി തന്നെ ചരിത്രം വിലയിരുത്തും. ഇറാനിലെ ജനങ്ങളെ ഇളക്കിവിട്ട് ഒരു ആഭ്യന്തര കലാപത്തിലൂടെ ഭരണം അട്ടിമറിക്കാം എന്ന അമേരിക്കൻ സ്വപ്നം യാഥാർത്ഥ്യവുമായില്ല. ആണവ പദ്ധതികളുടെ കാര്യത്തിലും സമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇറാനിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം പൂർണ്ണമായും നശിപ്പിക്കുമെന്നായിരുന്നു അമേരിക്കയുടെ ആദ്യ പ്രഖ്യാപനം. എന്നാൽ നിലവിലെ ധാരണ പ്രകാരം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ സ്വന്തം മണ്ണിൽ വെച്ച് തന്നെ തരം താഴ്ത്താൻ തയ്യാറാകുമെന്നും അതിന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ മേൽനോട്ടം ഉണ്ടാകുമെന്നും മാത്രമാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ആണവായുധങ്ങൾ നിർമ്മിക്കില്ലെന്ന ഇറാന്റെ ഉറപ്പ് മാത്രമാണ് അമേരിക്കയ്ക്ക് ലഭിച്ച ഏക നേട്ടം.
അത് യുദ്ധത്തിന് മുൻപും ഇറാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. 2015 ഒബാമ ഭരണകാലത്തെ ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയ ട്രംപ് ഇപ്പോൾ യുദ്ധത്തിലൂടെ പുതുതായി എന്താണ് നേടിയെടുത്തത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതും മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ തിരികെ നൽകുന്നതും ഈ സമാധാന കരാറിന്റെ ഭാഗമാകുന്നു എന്നത് അമേരിക്കൻ നയതന്ത്രത്തിന്റെ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ യുദ്ധത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെയും ഇസ്രയേൽ പ്രധാനമന്ത്രിയുടെയും സങ്കുചിതമായ ആഭ്യന്തര രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ വളരെ പ്രകടമായി കാണാൻ കഴിയും. വരാനിരിക്കുന്ന ഇസ്രയേൽ പൊതു തെരഞ്ഞെടുപ്പും അമേരിക്കൻ കോൺഗ്രസിൽ ഇടക്കാല തെരഞ്ഞെടുപ്പും ഈ യുദ്ധത്തെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ആഭ്യന്തര വിഷയങ്ങളിൽ കടുത്ത പ്രതിരോധത്തിലായിരുന്ന ബെഞ്ചമിൻ നെതന്യാഹുവിന് തന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന് ഒരു വലിയ സൈനിക വിജയം അനിവാര്യമായിരുന്നു. സമാനമായി ട്രംപിനും അമേരിക്കൻ ജനതയ്ക്ക് മുന്നിൽ തന്റെ രാഷ്ട്രീയ കരുത്ത് തെളിയിക്കേണ്ടിയുണ്ടായിരുന്നു. ഇറാനെ ഒറ്റപ്പെടുത്താനും പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന്റെ സമ്പൂർണ്ണ ആധിപത്യം ഉറപ്പിക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ യുദ്ധം ആസൂത്രണം ചെയ്യപ്പെട്ടത്. കൂടാതെ ഇറാൻ വിരുദ്ധ ചേരിയിലുള്ള ചില ഗൾഫ് രാജ്യങ്ങളുടെ വലിയ തോതിലുള്ള സ്വാധീനവും സമ്മർദ്ദവും ഈ സൈനിക നീക്കത്തിന് പിന്നിലുണ്ടായിരുന്നു. ചുരുക്കത്തിൽ ലോക സമാധാനത്തിന് ഭീഷണിയാകുന്ന ഒരു യഥാർത്ഥ കാരണത്തെ ഇല്ലാതാക്കുന്നതിനേക്കാൾ രാഷ്ട്രീയവും തന്ത്രപരവുമായ സ്വാർത്ഥ താൽപ്പര്യങ്ങളാണ് ഈ വിനാശകരമായ യുദ്ധത്തിലേക്ക് നയിച്ചത്. ഏതൊരു യുദ്ധത്തെയും പോലെ ഈ യുദ്ധത്തിൻ്റെയും ഏറ്റവും വലിയ ഇരകൾ സാധാരണക്കാരായിരുന്നു. 110 ദിവസങ്ങളോളം നീണ്ടുനിന്ന നിരന്തരമായ വ്യോമാക്രമണങ്ങളിലും മിസൈൽ വർഷങ്ങളിലും അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഇറാനിനും സൈനികപരമായി വലിയ നാശനഷ്ടങ്ങളുണ്ടായി. എന്നാൽ അതിനേക്കാൾ ഭയാനകമാണ് സാധാരണക്കാരുടെ അവസ്ഥ. ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വലിയ തോതിൽ തകർക്കപ്പെട്ടു. മിനാബിലെ ഒരു പ്രൈമറി സ്കൂളിൽ നടന്ന അമേരിക്കൻ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട 120ഓളം നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ ദാരുണാന്ത്യം ഈ യുദ്ധത്തിൻ്റെ ക്രൂരതയുടെ ജീവിക്കുന്ന പ്രതീകമാണ്. ഈ നഷ്ടങ്ങൾക്ക് ആര് മറുപടി പറയും എന്നതിന് അമേരിക്കൻ സമാധാന കരാറുകളിൽ യാതൊരു ഉത്തരവുമില്ല. ഒരു വശത്ത് ഹോർമൂസ് കടലിടുക്ക് തുറന്നതിൻ്റെയും എണ്ണവില കുറഞ്ഞതിൻ്റെയും കണക്കുകൾ അതിസമ്പന്ന രാജ്യങ്ങൾ നിരത്തുമ്പോൾ മറുവശത്ത് നഷ്ടപ്പെട്ട മനുഷ്യജീവനുകളുടെയും തകർന്നടിഞ്ഞ നഗരങ്ങളുടെയും നിലവിളികൾ അവഗണിക്കപ്പെടുന്നു. കേവലം രാഷ്ട്രീയ നേട്ടങ്ങൾക്കും സാമ്പത്തിക താൽപ്പര്യങ്ങൾക്കും വേണ്ടി മനുഷ്യജീവനുകളെ എത്ര നിസ്സാരമായാണ് ആധുനിക ലോകശക്തികൾ ബലികഴിപ്പിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത്. അമേരിക്കയും ഇറാനും തമ്മിൽ രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ സമാധാന ധാരണാപത്രം 60 ദിവസത്തേക്കുള്ള ഒരു താൽക്കാലിക ക്രമീകരണം മാത്രമാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള സ്വതന്ത്ര വ്യാപാരം ഉറപ്പാക്കുക എന്ന അമേരിക്കൻ താൽപ്പര്യവും സാമ്പത്തിക ഉപരോധങ്ങളിൽ നിന്നുള്ള ഇളവ് എന്ന ഇറാന്റെ ആവശ്യവും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പ് മാത്രമാണിത്. ലെബനനിൽ ഇസ്രയേൽ സൈന്യം നടത്തുന്ന സൈനിക ഇടപെടലുകളും ഹിസ്ബുള്ളയുമായുള്ള തുടരുന്ന സംഘർഷങ്ങളും ഈ കരാറിനെ ഏത് നിമിഷവും ഇല്ലാതാക്കാൻ പോകുന്നതാണ്. ലെബനനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തിയെങ്കിലും ഇസ്രയേൽ അതിനോട് പൂർണ്ണമായി യോജിച്ചിട്ടില്ല എന്നത് വലിയൊരു അപകട സൂചനയാണ്. യാതൊരുവിധ അന്തിമ വിജയങ്ങളുമില്ലാതെ ഇരുപക്ഷത്തിനും കനത്ത സാമ്പത്തികവും മാനുഷികവുമായ നഷ്ടങ്ങൾ മാത്രം സമ്മാനിച്ചുകൊണ്ടാണ് ഈ യുദ്ധം അവസാനിച്ചിരിക്കുന്നത്. ഹോർമൂസിലെ തടസ്സങ്ങൾ മാറിയതിലൂടെ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് ആശ്വസിക്കാമെങ്കിലും യുദ്ധത്തിന് പിന്നിലെ ലോക നേതാക്കളുടെ രാഷ്ട്രീയ കാപട്യങ്ങൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. ആണവ ഭീഷണി ഇല്ലാതാക്കാനോ പ്രഖ്യാപിച്ചതുപോലെ ഒരു ഭരണമാറ്റം കൊണ്ടുവരാനോ കഴിയാതെ തങ്ങളുടെ ആഭ്യന്തര രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ലോകത്തെ മുഴുവൻ യുദ്ധത്തിൻ്റെ ദുരിതങ്ങളിലേക്ക് തള്ളിവിട്ട ഭരണാധികാരികളുടെ പരാജയം കൂടിയാണിത്. ഭാവിയിൽ ഇത്തരം വിനാശകരമായ യുദ്ധങ്ങൾ ഒഴിവാക്കപ്പെടണമെങ്കിൽ സൈനിക ശക്തിയേക്കാൾ നയതന്ത്രത്തിൻ്റെ പാതയിലൂടെയുള്ള പ്രശ്ന പരിഹാരങ്ങൾക്ക് മാത്രമേ സാധിക്കൂ എന്ന് ഈ സംഭവം ലോകത്തെ ഓർമ്മപ്പെടുത്തുന്നു. അഹങ്കാരത്തിൻ്റെയും ആയുധങ്ങളുടെയും പിൻബലത്തിൽ ലോകക്രമം നിശ്ചയിക്കാം എന്ന വ്യാമോഹങ്ങൾക്കുള്ള കൃത്യമായ മറുപടിയാണ് അമേരിക്കൻ സൈന്യത്തിന് ഈ യുദ്ധത്തിൽ ലഭിച്ച തിരിച്ചടി. വരും ദിവസങ്ങളിൽ സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന തുടർ ചർച്ചകൾ പശ്ചിമേഷ്യയിൽ ശാശ്വതമായ സമാധാനം കൊണ്ടുവരുമോ അതോ പുതിയൊരു സംഘർഷത്തിന് തിരികൊളുത്തുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.